ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ. എന്തൊക്കെയാ നിങ്ങളുടെ വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞാനിന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് എനിക്കിന്ന്. അപ്പം നിങ്ങൾ വിചാരിക്കും എന്താ അപ്പം അത്ര സന്തോഷം എന്ന്. എനിക്കിന്ന് ആദ്യമായിട്ട് യൂട്യൂബിൽ നിന്ന് റവന്യൂ വന്ന ദിവസമാണെന്ന്. അതിൻ്റെ ഒരു ഭയങ്കര സന്തോഷത്തിലാണ്. എന്താ പറയേണ്ടതെന്ന് എനിക്ക് തന്നെ മനസ്സിലാവില്ല. അത്രയും സന്തോഷത്തിലാണ് ഞാൻ. അത് എനിക്ക് ഈ മാർച്ച് 25-ാം തീയതി 26-ാം തീയതി ഒക്കെ ആയിട്ടാണ് ബാങ്കിൽ പൈസ വന്നത്. പിന്നെ അതിൻ്റെ ഒരു 2-3 ദിവസം മുന്നേ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് മോൻ പറഞ്ഞു, എന്താ വെച്ചാൽ മോനാണല്ലോ അതൊക്കെ എഡിറ്റ് ചെയ്യും അങ്ങനത്തെ ഒക്കെ നോക്കണത്. അപ്പം അവൻ പറഞ്ഞു മെസ്സേജ് വന്നിട്ടുണ്ട് അമ്മ എന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ 26-ാം തീയതി 25-ാം തീയതി 26-ാം തീയതി അറിയില്ല, അങ്ങനെയാണ് ഞങ്ങൾക്ക് ബാങ്കിലേക്ക് പൈസ വന്നത്. അപ്പം ആ ഒരു സന്തോഷം നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ എത്രയും പൈസ കിട്ടിയതെന്നൊന്നും നമുക്ക് പറയാൻ പാടില്ല എന്നൊക്കെയാണ് പറയണത്. അപ്പം ഞാൻ എന്തായാലും നിങ്ങൾക്ക് പൈസ കാണിക്കാം ഇത്ര. അപ്പോൾ ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടാ. എന്താ കാരണം എന്നുണ്ടെങ്കിൽ ഒരു ഒരു എന്താ പറയുക, ഒരു സാധാ വീട്ടമ്മയായിട്ട് ഉള്ള ഒരാളാണ് ഞാൻ. എന്താ വെച്ചാൽ പുറത്ത് പോകണം എന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ സന്തോഷം കൊണ്ടുപോകണം, അല്ലെങ്കിൽ കുട്ടികളുടെ ഒപ്പം പോവുക, അങ്ങനെയാണ് ഞാൻ ഉണ്ടായിട്ടുള്ളത്. ആ സ്ഥാനത്ത് ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനും പിന്നെ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു റവന്യൂ വരുമൊക്കെ ചെയ്തതിൽ എനിക്ക് തന്നെ ഭയങ്കര ഒരു അതിശയം, ഒരു സന്തോഷം ഒക്കെയാണ്. എന്താ വെച്ചാൽ ഇങ്ങനെയും ഇരിക്കുന്ന ആൾക്ക് ഇങ്ങനെയൊക്കെ പറ്റിയില്ലേ എന്നുള്ള ആ ഒരു സന്തോഷം അതാണ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. 2021 ഡിസംബർ 6-ാം തീയതിയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങണത്. അപ്പോൾ ആ കൊല്ലത്തിൽ നമുക്കതിൽ ദിവസങ്ങൾ മാത്രമാണല്ലോ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് 2022 ഡിസംബർ 1-ാം തീയതി എനിക്ക് മോണിറ്റൈസേഷനായി. അപ്പം പിന്നെ എന്താ പറയുക, അങ്ങനെ മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സും വേണം, അതേപോലെ 4000 വാച്ച് ഹവറും വേണം. അപ്പോഴാണ് നമുക്ക് മോണിറ്റൈസേഷൻ ആവണത്. അപ്പം അതുവരെ നമുക്ക് അതിൽ ഈ ഹവറാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ, യൂട്യൂബിൻ്റെ പിന്നെ അതിൽ കാണിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഡോളറായിട്ടാണ് കാണിക്കുക. പിന്നെ അതേപോലെ ഒരു $10 അങ്ങനെ എന്താണ്ട് ആയപ്പോഴാണ്, എന്താ വെച്ചാൽ മോനാണ് ആ വക കാര്യങ്ങളൊക്കെ നോക്കണത്. അപ്പം അവനാണ് എനിക്കിത് എന്നോട് പറഞ്ഞു തന്നത്. $10 ആയപ്പോഴാണ് അവിടെ നിന്നൊരു ലെറ്റർ വന്നു. ഇങ്ങനെ നമ്മളുടെ അക്കൗണ്ട് നമ്പറും അതേപോലെ നമ്മളുടെ വെരിഫിക്കേഷൻ ചെയ്യാനായിട്ട് അങ്ങനെ അതൊക്കെ ലെറ്ററൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ ശരിയായി. അപ്പോൾ അതൊക്കെ വളരെ ഒരു സന്തോഷമായി. പിന്നെ നമുക്ക് $100 ആയാലാണ് നമ്മളുടെ അക്കൗണ്ടിലേക്ക് വരിക. പിന്നെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കൂടുതലായിട്ട് പ്രോത്സാഹനം തന്നിരുന്നത് എൻ്റെ സന്തോഷനാണ്. പിന്നെ അതേപോലെ ഞങ്ങൾ ഇത് തുടങ്ങിയിട്ട് കുറച്ച് കൊല്ലം ആയില്ലേ, 1-2 കൊല്ലം ആയില്ലേ. അപ്പം എല്ലാവരും ഇങ്ങനെ ചോദിക്കും പൈസ കിട്ടി തുടങ്ങിയില്ലേ എന്ന്. അപ്പോൾ കുറേ ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്കൊരു പ്രയാസം, അയ്യോ എന്തായാലും വല്ലാതെ ഇങ്ങനെ ചോദിക്കണമെന്നുള്ള. അപ്പോഴൊക്കെ സന്തോഷം പറയും, എന്താ വെച്ചാൽ കുട്ടി അതൊന്നും കേട്ട് കുട്ടിയൊന്നും നിർത്താനൊന്നും പോവണ്ട. നമ്മൾ എന്തൊരു കാര്യം മുന്നോട്ട് വെച്ചാലും അത് മുന്നോട്ട് വെച്ചിരിക്കണം. അപ്പം അതിന് വിജയം എങ്ങനെയായാലും ഉണ്ടാവാതിരിക്കില്ല. അപ്പം അങ്ങനത്തെ ഒന്നും ചിന്തിക്കണ്ട. നമ്മളിങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുക, ഇട്ട് കൊടുക്കുക, അതന്നെ അത്ര നോക്കിയാൽ മതി എന്ന് പറയാം. അപ്പം എങ്ങനെയായാലും അതിന് നമ്മൾ പ്രയത്നിച്ചതിന് നമുക്ക് എങ്ങനെയായാലും ഇല്ലാതിരിക്കില്ല. നമ്മൾ നല്ല കണ്ടന്റ് ഉള്ള ഒക്കെ ഇടുക, അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പം നമുക്ക് എന്തായാലും ഉറപ്പാണെന്നുള്ള കാര്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പം അതൊക്കെ കിട്ടി. പിന്നെ റവന്യൂ കിട്ടി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. പക്ഷെ എന്താണെന്നറിയാം, ഇത് കാണാൻ എൻ്റെ സന്തോഷം ഇല്ലാതെ ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. എന്നാലും സന്തോഷം പറഞ്ഞ അതേപോലെ എനിക്ക് ഇങ്ങനെയൊക്കെ ആവാനും എല്ലാം പറ്റിയതിൽ വളരെ വളരെ സന്തോഷം, വളരെ സന്തോഷം. നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നമുക്ക് നല്ല കമൻസും ഉണ്ടാവും, ചീത്ത കമൻസും ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അങ്ങനെയൊക്കെ ആവുമ്പോൾ നമ്മൾ ഈ ചീത്ത കമൻസൊക്കെ വരുമ്പോൾ അയ്യോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മടങ്ങിയിട്ട് പിന്നെ എന്താ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് നമ്മൾ അതൊന്നും അതൊന്നും ഒരു ഇത് വയ്ക്കാതെ നമ്മൾ മുന്നോട്ടേ പോയിക്കൊണ്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക്
നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് വിജയിക്കാനും എല്ലാം പറ്റുള്ളൂ. പിന്നെ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ, ചില സമയത്തൊക്കെ നമ്മൾ പുറത്തു പോയിട്ട് ഉള്ള സമയത്ത് അറിയാത്ത ചില ആൾക്കാർ അടുത്ത് വന്നിട്ട് പറയാറുണ്ട്, അയ്യോ നിങ്ങളെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, നല്ല കണ്ട പരിചയം ഉണ്ടല്ലോ എന്ന് പറയാറുണ്ട്. അപ്പൊ അതെന്താ വെച്ചാൽ ഈ യൂട്യൂബിൽ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ആൾക്കാർക്ക് ഇങ്ങനെ ഒരു പരിചയം. അപ്പൊ അതൊക്കെ നമുക്ക് കാണുമ്പോൾ വളരെ ഒരു സന്തോഷമാണ് മനസ്സിൽ. ഞാനിവിടെ വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യണത് ഒരു മൊബൈലിലാണ് എടുക്കണത്. അപ്പൊ ആദ്യമൊന്നും എനിക്കിങ്ങനെ എടുക്കാനൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല, സ്വന്തമായിട്ട് എടുക്കാനൊന്നും. അപ്പോൾ ഞാൻ പറയാറില്ല, അടുത്ത വീട്ടിലൊരു ബീവ ഉണ്ട് എന്ന് പറയാറില്ലേ, ആ ബീവ വന്നിട്ടാണ് എനിക്ക് വീഡിയോ എടുത്ത് തരാറ്. അപ്പോൾ ഞാനൊരു ദിവസം 2 വീഡിയോ 3 വീഡിയോ ഒക്കെ എടുക്കാറുണ്ട്. എന്താ വെച്ചെങ്കിൽ അവർക്ക് സമയം കിട്ടുമ്പോഴല്ലേ നമുക്ക് ഇതൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എല്ലാം ഒരുക്കി വെച്ചിട്ട് ആ ഒരു ദിവസം അതിന് മാത്രമായിട്ട് നിൽക്കും, അങ്ങനെ ചെയ്യാറ്. ഇപ്പം പിന്നെ ബീവയ്ക്ക് അങ്ങനെ വരാൻ പറ്റാറില്ല. അപ്പൊ അത് കാരണം ഇപ്പൊ ഞാനെല്ലാം സ്വന്തം പഠിച്ചു. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാന്നുണ്ടെങ്കിൽ, പിന്നെ ഒരു സ്റ്റാൻഡ് മേടിച്ചിട്ടുണ്ട്. അപ്പൊ ആ സ്റ്റാൻഡിന്റെ മേലെ വെച്ചിട്ടാണ് ഞാനെല്ലാം ചെയ്യുക. ഞാൻ തന്നെ അടുത്ത് പോയി ഓണാക്കിയിട്ട് വന്നിരിക്കും, എന്നിട്ട് ചെയ്യും. അങ്ങനെയാണ് ഞാൻ സ്വന്തമായിട്ടല്ല, അപ്പൊ ഞാൻ സ്വന്തമായിട്ടാണ് തന്നെയാണ് ചെയ്യാറ്. എഡിറ്റിങ്ങും ഒന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പൊ അത് ഞാൻ എന്താ ചെയ്യാ, മോൻ തൃശ്ശൂരാണ്, അപ്പൊ അവനെ അയച്ചു കൊടുക്കും ഞാൻ. അപ്പൊ അവനതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ഇടുകയും ചെയ്യും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. പിന്നെ നമ്മൾ വീഡിയോ ഇടുമ്പോൾ ഒരു കൃത്യ ടൈം കണക്കാക്കിയിട്ട് ഇടുക. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് നല്ലൊരു വ്യത്യാസം തോന്നുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു കൃത്യ ടൈം കണക്കാക്കിയിട്ട് ഇടുമ്പോഴേ നല്ല വ്യൂസ് കൂടുതലായിട്ട് വരുന്ന പോലെ തോന്നിയിട്ടുണ്ട് എനിക്ക്. അതൊക്കെ ചെയ്യാൻ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇടുക. അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ വളരെ നല്ലത്. അപ്പൊ തന്നെ നമുക്ക് നല്ല വ്യൂസും എല്ലാം ഉണ്ടാവും. അതേപോലെ തന്നെ പിന്നെ സന്തോട്ടിന് അധികമൊന്നും വയ്യാതെ കിടന്നിട്ടൊന്നുമില്ല. അവര് 2 മാസം കട്ടിച്ചിട്ട് വയ്യാതെ കിടപ്പായിട്ടുള്ളൂ. അപ്പൊ ആ സമയത്തും പിന്നെ ഉച്ച നേരത്ത് സന്തോട്ടിനൊന്ന് കിടന്നുറങ്ങണ നേരമൊക്കെ ആകുമ്പോൾ എന്നോട് പറയും, കുട്ടി എന്നാലും പോയിട്ട് വേഗം എന്തെങ്കിലും റെസിപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചോളോ. അപ്പൊ ഞാൻ ചോദിക്കും എന്തേപ്പം ഇങ്ങനെയാന്ന് പറയുമ്പോൾ പറയാം, അതല്ല എന്താ വെച്ചെങ്കിൽ എപ്പോഴാണ് നമുക്ക് ഡോക്ടറെ അടുത്ത് പോകേണ്ടതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ ഇതൊക്കെ റെഡിയാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രദീപിന് ആ നേരത്തെ ഇടുകയും ചെയ്യാം, നമുക്ക് ഡോക്ടറെ അടുത്തേക്ക് പോകുമ്പോൾ അങ്ങോട്ട് പോവുകയും ചെയ്യാലോ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ചെയ്തു വെച്ചോളോ എന്ന് എപ്പോഴും എന്നോട് പറയും. എന്നിട്ട് ഇതേപോലെ തന്നെ ഞാനൊരു ക്യാരറ്റ് പായസം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ലാസ്റ്റ് ഞാൻ ഇങ്ങോട്ട് പറയണ സമയത്താണ് വേഗം ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോവുകയൊക്കെ ചെയ്തത്. ആ സമയത്ത് പിന്നെ മരിച്ചിട്ടു ഞാൻ ഇതേപോലെ ഒരു 10-50 കഷ്ടി ദിവസമൊക്കെ ഞാൻ ഈ വീഡിയോ ഇടാതെ ഇരുന്നിട്ടുള്ളൂ. പിന്നെ അതിന്റെ മുന്നത്തെ ആ സമയമൊക്കെ ആകുമ്പോഴേക്ക് ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങി. അതെന്താ വെച്ചെങ്കിൽ ഈ ഒരൊറ്റ കാരണം, അത്രയും മൂപ്പർക്ക് ഇതിനോട് താല്പര്യമാണ്. പിന്നെ ഇപ്പൊ ഞാനത് ഇട്ട് വീഴുന്നിട്ട് ഇതാവണ്ടല്ലോ എന്നുള്ള ആ ഒരൊറ്റ ഇതിലാണ് ഞാൻ പെട്ടെന്ന് പിന്നെ വീഡിയോ ഇടാനൊക്കെ തുടങ്ങി. അതിന്റെ ഇടയിൽ തന്നെ ഞാൻ ഇതേപോലെ കുട്ടികളോട് പറഞ്ഞോട്ടാ, പിന്നെ എന്തെങ്കിലും ഷോർട്സുകൾ കിട്ടിയെന്നുണ്ടെങ്കിൽ മോനെ ഇട് എന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ നമ്മൾ അങ്ങനെ ചെയ്യാതിരുന്നാല് നമ്മളുടെ ചാനലിന്റെ ശ്രദ്ധ കുറയില്ലേ, ആൾക്കാർ കാണുന്നത് കുറയില്ലേ. അപ്പൊ അതുകൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് അത് വേഗം ഞാൻ ഇതേപോലെ വേഗം ചെയ്യാനൊക്കെ തുടങ്ങിയത്. അതിൻ്റെയൊക്കെ ഒരു എന്താ പറയാ, ഒരു ഇതായിട്ടാണ് എനിക്കിപ്പോ ഇങ്ങനെ ഈ റവന്യൂ വരാൻ പറ്റിയതും ആ ഒരു സന്തോഷം ആവാനൊക്കെ പറ്റിയത്. തനി ഒരു വീട്ടമ്മയായ എന്നെ ഒരു യൂട്യൂബർ ആവാനും പിന്നെ അതേപോലെ അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാവാൻ അനുഗ്രഹിക്കുകയും ചെയ്ത സർവേശ്വരനോടും എൻ്റെ ഒപ്പം നിന്ന എൻ്റെ സന്തോട്ടൻ, കുട്ടികളെ, ബന്ധുമിത്രാദികൾ എല്ലാവരോടും എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ വ്യൂവേഴ്സിനോടും ഈ ഒരു അവസരത്തിൽ ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ എൻ്റെ അകമഴിഞ്ഞ നന്ദി അറിയിക്കണം. തുടർന്നും നിങ്ങൾ ഓരോരുത്തരുടെയും സ്നേഹവും സഹകരണവും പ്രോത്സാഹനവും അതേപോലെ തന്നെ പ്രാർത്ഥനയും പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് എന്നാൽ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.